രാമങ്ങളെ എന്തോ അവൾ ഇനി കൂലിക്ക് ആളെ വെച്ച് ചെയ്യിപ്പിച്ചാൽ പോലും നമ്മുടെ പൂക്കളത്തിന്റെ അത്ര ഭംഗിയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നല്ല മത്സരിക്കാൻ നിൽക്കുന്നു നമ്മളോട്. മത്സരം കാണിച്ചു കൊടുക്കും. പറഞ്ഞു കേട്ടോ. നമ്മൾ ഡിസൈൻ വല്ല അടിച്ചു മാറ്റണം പറഞ്ഞു. നിങ്ങളുടെ ഒന്നും പൂർത്തിയായില്ലല്ലേ? കുറച്ച് സമയം എടുക്കും. വലിയ ഡിസൈൻ അല്ലേ? ഞങ്ങളുടെ പൂക്കളം എല്ലാം ശരിയായി. ഇത്ര പെട്ടെന്നാ? We are so fast, Ringi. 2 വട്ടവും 2 വരയെ മാത്രമേ കാണുള്ളൂ. ഉടായ്പ് വേണമെങ്കിൽ വന്ന് ഞങ്ങളുടെ ആ ഡിസൈനൊക്കെ വന്ന് കോപ്പി അടിക്കാം. കോപ്പി അടിക്കാന്ന് നമുക്ക് ആവശ്യത്തിനുള്ള ഡിസൈൻ നമ്മളെ ഉണ്ട്. ആയിക്കോട്ടെ, ഓക്കെ. നോക്കിയല്ലേ നോക്കല്ലേ? നമ്മളെ തീർന്നില്ലല്ലോ. ഇല്ല, അവിടെ കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് പോയി നോക്കി നോക്കാം. ശരി ശരി. അല്ലെ നീ കിട്ടോ, ഞാൻ പോയി നോക്കിട്ട് വരും. സത്യം പറഞ്ഞാലേ ഞാനിപ്പോ പറയുമ്പോ സ്വയം പൂഴ്ത്തുക എന്ന് പറയുന്നത്, നമ്മളിട്ട പൂക്കളവിൽ ഒരു അസാധ്യ പൂക്കൾ. അതെ, സുന്ദരിയല്ലേ? ഒരു പ്രകൃതി രമണീയത ഇതിനകത്ത്. നാടൻ ലുക്ക്. നാടൻ ലുക്ക്. കുഞ്ഞളിയാ രാമ, പൂക്കളം എങ്ങനെയുണ്ടെന്ന് നോക്ക്. ഇതാണോ നിങ്ങളിട്ട പൂക്കളം? നന്നായിരിക്കണം. ആണോ ഈ പൂക്കളം എന്ന് പറയുമ്പോഴേ നമ്മള് മിനിമം പൂ വെച്ചിട്ടുണ്ട്. ഇത് മൊത്തം ഇലക്കളോ? എടാ അതെ, ഓണത്തിന്റെ ഒരു പഴമയും ഓണത്തിന്റെ ഒരു നൈർമല്യവും ഓണത്തിന്റെ ഒരു സാംസ്കാരിക തനിമയും അതൊക്കെ എന്റെ പൂക്കളത്തിലുണ്ട്. അല്ല, അത് നിലനിർത്തണമെങ്കിൽ ഈ പ്രകൃതിജന്യമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് പൂക്കളം ഇടണം. അല്ല നിന്റെ കുട്ടി ഇമ്മ കാശ് വാങ്ങിച്ചോണ്ട് പോയി എവിടുന്നെങ്കിലും ചന്തയിൽ നിന്ന് സാധനം വാങ്ങിച്ചോണ്ട് വന്ന് ഇടുന്ന പൂക്കളമല്ല. ശരി. ഇത് പ്രകൃതിജന്യമാണ്. ട്രഡീഷണൽ പൂക്കളം, മോഡേൺ ഫ്ലവർ സർക്കിൾ. റെഡി കിഴങ്ങി. അങ്ങനെ പൂക്കളത്തിന് മോഡേൺ നാടാണൊന്നും ഇല്ല. നമ്മൾ ഇട്ടത് പൂക്കളം, നിങ്ങൾ ഇട്ട ഇലക്കളം. എന്തായാലും കൊള്ളാം, നന്നായി, നല്ല ട്രൈ. അതെ മോളടി, നമ്മളത് ജയിച്ചടി. എടേ, മാമനല്ലേ അത് മാർക്കിടുന്നത്. അപ്പൊ മാമൻ വന്ന് കാണട്ടെ, എന്നിട്ട് ഇതിൽ ഏതാണ് ഫസ്റ്റ് പ്രൈസിന്റെ യോഗ്യത നോക്കട്ടെ. നമുക്ക് മനസ്സിന് സന്തോഷം ഉണ്ടല്ലേ അത്. നമ്മള് ജയിച്ചടി. വാ ചേട്ടാ, കാര്യം എന്തോ പറ്റി? നിന്റെ പേര് ചേട്ടാ? ഹലോ അല്ല, ഞാൻ എന്റെ അടുത്തല്ലേ ചോദിച്ചത്. പ്രശ്നമുണ്ടോ? മുഖത്തെന്താ ഒരു വിളർച്ച? ഒന്നുമില്ല. ഒരു ഭാര്യ ഭർത്താവിനെ വിളിക്കണ എന്തിനാ? നിങ്ങളത്തെ ഞാൻ പറയണോ? വാ ചേട്ടാ. ഞാൻ വിജയിച്ച് നിൽക്കുകയാണ്. എന്തോ ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. നല്ല പന്തികേടുണ്ടോ പോക്കില്? എന്തൊരു വശക്കേട്. അതെ, നിങ്ങൾ മാമനെ വിളിച്ച് പൂക്കളം കാണിക്കും. ഞാൻ അടുക്കളയില് സദ്യയുടെ കാര്യമൊക്കെ നോക്കട്ടെ കേട്ടോ. നോക്കിക്കോണം, അവര് നശിപ്പിച്ചിടും. മാമി പേടിക്കണ്ട, നമ്മക്ക് എന്നെ ഫസ്റ്റ്. എന്തോന്നടി ചേട്ടാ, റിങ്കി എവിടെ? അതിനാ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പറ, റിങ്കി എവിടെ? എനിക്കറിഞ്ഞൂടാ. റിങ്കി റിങ്കി അവിടെ കൂടെ വന്നാലേ പറയാൻ പറ്റുള്ളൂ. അതാണ്. നിങ്ങൾ ഉണ്ടല്ലേ, ഞാൻ പറഞ്ഞ സമാധാനം കേൾക്കണം. നമ്മുടെ പായസ മത്സരത്തിന് ഞാൻ കടല പായസം വെച്ച് കേക്ക് അത് മൊത്തം അടുക്കി പിടിച്ച് ഫുൾ കരിഞ്ഞ് ഇപ്പൊ അതിനകത്ത് മൊത്തം പുക ചുവക്കണം. സൂപ്പർ. നീ എന്തിനാ വെച്ചത്? ചേട്ടാ, അബദ്ധം പറ്റിപ്പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ എടുത്ത് കളഞ്ഞ്. പക്ഷെ ഇനിയിപ്പോ എന്ത് ചെയ്യും? വേറെ വെക്കാനാ? ദൈവമേ, ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തൊക്കെ വീരവാദമാണ് സംസാരിച്ചത്. പറ്റിപ്പോയടേ. അതല്ലേ വേറെ വെക്കാൻ പറഞ്ഞു. കുറെ നേരം കൊണ്ട് പറയാം. ചേട്ടാ, വേറെ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് അത് പറ്റൂല. എന്റെ കോൺഫിഡൻസ് മൊത്തം പോയി. അത്രേ ഉള്ള അപ്പച്ചി പൊളിയല്ലേ, മാസല്ലേ, അപ്പച്ചി കൊണ്ട് പറ്റും. ഇപ്പൊ കോൺഫിഡൻസ് കിട്ടിയാ പോടി. ചേട്ടാ, വേറെ വല്ല ഐഡിയ പറ കേട്ടാ. ഞാനൊരു ഐഡിയ പറയാം. അവരുടെ പായസത്തെ കുറിച്ച് ഉപ്പിട്ടല്ലോ. എടി, അവരുടെ പായസത്തിൽ ഉപ്പിട്ടെന്ന് പറഞ്ഞു. ചേട്ടാ, കുറച്ചുകൂടെ നല്ല ഐഡിയ വല്ല പറയട്ടെ. എന്തൊരു കഷ്ടം, നടക്കണ കാര്യം വല്ലതും പറയട്ടെ. നടക്കൂല. എന്തെങ്കിലും പെട്ടെന്ന് ആലോചിച്ച് പറ. ചേട്ടൻ വെക്കുന്ന പായസം ഞാൻ വെക്കാൻ പോണ. ഇനിയിപ്പോ വേറെ എന്തൊക്കെ വേണം? ഞാൻ അതാ നീ വേ. ഒരു കാര്യം ചെയ്യ്, പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം. ഓൺലൈനിൽ ഡെലിവറി ബോയ് വരുമ്പോ നിങ്ങൾ രണ്ടുപേരും കൂടി പോയി മേടിക്കും. അത് തീരെ അറിയില്ലല്ലോ. അത് ഞാൻ മാനേജ് ചെയ്തോളാന്ന്. ചെയ്തോളാം. പോയി വാങ്ങിക്കാം. പോ പെട്ടെന്ന്. ദൈവമേ, കണ്ടുപിടിക്കല്ലേ.
മാമ പറ മാമ. അപ്പു കൊറേ നേരം ആയാലും ആലോചിച്ചോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് പറ ഞങ്ങളുടെയാണ് ഫസ്റ്റ് എന്ന്. മക്കളെ ഞാൻ രണ്ടും കണ്ടു. എനിക്ക് രണ്ടും അങ്ങ് ഇഷ്ടപ്പെട്ടു. അല്ല എന്നാലും ഒരു പൊടിക്ക് ഞങ്ങളുടെ അല്ലയോ? അല്ല എനിക്ക് രണ്ടും ഒരേപോലെ ശരി എന്തോ അപ്പൊ പറയണേ? ഫസ്റ്റ് സെക്കൻഡ് ആർക്കാണെന്നൊക്കെ പറ. 10 സെക്കൻഡ് ഒന്നുമില്ല, എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു, അത്ര തന്നെ. അല്ലേ അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല. പിന്നെ അങ്ങനെ അങ്ങ് ഒഴുക്കം വെട്ടി പറഞ്ഞു പോയാൽ എങ്ങനെയാ? അതന്നെ. ആരെങ്കിലും ഒരാൾ ജയിച്ചൊന്നും ഒരാൾ തോറ്റൊന്നും പറയണ്ട. അത് എനിക്ക് തോന്നണ്ടേ ഇത് കൊള്ളാം അതയ്യോ എന്ന് തോന്നണ്ടേ. അപ്പോ 10-ന് എത്ര മാർക്ക് വരും? 10-ന് 2-നും 10 വീതം കൊടുക്കും. അയ്യയ്യേ ഇതെന്തോ മാമ ഒരുമാതിരി ഈ റിയാലിറ്റി ഷോയിലെ ജഡ്ജസ് പറയുന്നതിന്റെ കൂട്ട്. ഇവിടെ എനിക്ക് ഇത്രേ പറ്റുള്ളൂ. ഓക്കെ ശരി, രണ്ടും ഈക്വൽ അല്ലേ? ഓക്കെ. പൂക്കള മത്സരത്തിന് നമ്മൾ രണ്ടുപേരും വിജയിച്ചു. പക്ഷേ പായസം ഉണ്ട് ഇനി അടുത്തത്, അതില് ഞങ്ങൾ തന്നെ ആയിരിക്കും ഫസ്റ്റ്. എന്തോ ഞങ്ങളായിരിക്കും. അത് കാണാം, അത് കാണാം. പായസ മത്സരം വരുന്നുണ്ട് മാമ. അതെ. അതിനകത്ത് ഓണായിട്ട് എന്റെ കയ്യിൽ നിന്ന് മേടിക്കല് കേട്ടാ. അയ്യോ ശരിക്കും പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഞാനൊന്ന് പോയി നോക്കിട്ട് വരട്ടെ. എന്താ മാക്കൂ? ശിക്കുട്ടി പായസം റെഡിയായോ? പായസം റെഡിയായി. ഇതേ ഇതൊന്ന് വറുത്തിട്ടാ മതി. ആണോ? അല്ല നമ്മുടെ രാമനും പെണ്ണുമ്പിളൊക്കെ എവിടെ? പറഞ്ഞ പോലെ അവരെ കാണുന്നില്ലല്ലോ. ഞാനേ ഒന്ന് പോയി നോക്കിയേച്ചും വരെ. ഇതൊന്ന് നോക്കോ? ഇതൊന്ന് നോക്കിക്കോ. എങ്ങോട്ട് പോകുന്നു? അവിടെ നിക്ക്. അല്ല അല്ല പോകാൻ പറ്റേ. എന്താണ് ഇപ്പം ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമല്ല ഉള്ളു. അതെ അതെ, കയ്യിന്ന് വിട്ടെ. ആരെങ്കിലും കണ്ട നാണക്കേടാ. അതോ നാണക്കേട്? പിള്ളേരൊക്കെ ഉള്ളതല്ലേ. നമ്മൾ ഭാര്യം ഭർത്താവില്ലയോ? എന്നാലും അല്ല അല്ല നമ്മൾ ഇങ്ങനെ സ്നേഹിക്കുന്നേ പിള്ളേരോടൊന്ന് കാണട്ടെ. പിള്ളേരിത് കണ്ടു പഠിക്കട്ടെ. അവര് വേണ്ടി തന്നെ കല്യാണം കഴിക്കാനൊക്കെ തോന്നുന്നു. കോളേജ് ഗുരുവിന്റെ ഒരു ആഗ്രഹം. അതെ. ഒരു കാര്യം ചോദിച്ചാൽ തരുവാ? ആരെങ്കിലും പെട്ടെന്ന് കേറണമെന്ന നാണക്കേടോ? വിട്. ഞാനൊരു കശുവണ്ടി പരിപ്പിന്റെ കാര്യമാണ് ചോദിച്ചേ. കശുവണ്ടി പരിപ്പേ ചൂടാ. ദേ വേണമെങ്കിൽ ഒരു മുന്തിരി ചൂടാണ്. വാവുള്ളും മക്കളെ സദ്യയൊക്കെ ഏതേരായി? ഒക്കെ ആയി വരുന്നല്ലോ മാമ. കട്ടുറുമ്പും കൊച്ചുമക്കളും വന്നു. രാമും ചിന്നു ഇവിടെ. രാമും ചിന്നു അപ്പോ അവര് പുറത്തുപോയി. പുറത്തുപോയാ? രാമങ്ങളുടെ ഫ്രണ്ട് വന്നതുകൊണ്ടേ അപ്പച്ചിയും രാമങ്ങളും കൂടി പുറത്തുപോയി. ഫ്രണ്ടോ? എന്നിട്ട് അവൻ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയതാ. അവൻ വരണമെങ്കിൽ വരട്ടെ. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് സദ്യ ഒരുക്കാം. അയ്യോ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിക്കോളാം മാമ. അത് വേണ്ട മക്കളെ, മക്കൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയത് ശരിയാവൂല. നമ്മളും കൂടെ സഹായിക്കാം. എന്നാ പിന്നെ നമുക്ക് ഒന്നിച്ച് ചേർന്നങ്ങ് ഉണ്ടാക്കാം. അതെ തുടങ്ങിക്കോ. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം, കുഴൽ വേണം, കുടവ വേണം. ഇവിടെ ഒന്നും ആരും ഇല്ലടി, നീ ചുമ്മാ ഇങ്ങനെ പറയാൻ പറ്റൂല. എല്ലാം വിഷക്കൂട്ടങ്ങൾ. ഇതോടെയും കയറിയ പോരെ. രാമങ്ങളും അപ്പച്ചി എന്തിനാ ഇങ്ങനെ ഒളിഞ്ഞും പോത്തൊക്കെ പോണേ? എന്തോ ഉടായിപ്പുണ്ടല്ലോ.
ചേട്ടാ ഇതിലോട്ട് പൊഴിച്ചാ മതി. അത് അഴുക്കൊന്നും ഇല്ല, അത് അതിന്റെ ഡിസൈനാണ്. ഓഹോ കൊള്ളാം കൊള്ളാം. ഇതിനാണ് ഭാര്യയും ഭർത്താവും കൂടി ഇവിടുന്ന് മുങ്ങിയതല്ലേ? ഞാൻ ഇപ്പൊ എല്ലായിടത്തും പറയും. മാമാ മാമി ആർക്കും പറയില്ല, പ്ലീസ് പ്ലീസ്. എന്തുവേണേലും ചെയ്യാൻ പറ്റും, പ്ലീസ്. എന്ത് ചെയ്യും? എന്തുവേണേലും ചെയ്യാം ചേട്ടാ. എന്ത് ചെയ്യും? ഞാൻ ചെയ്യും. കൊള്ളാം. എടി ഞാൻ എന്ത് വേണം നീ പറ, പ്ലീസ്. നീ നാണം കെടുത്തിക്കല്ലേ, പ്ലീസ്. ഉറപ്പാണോ? അതെ അതെ, പ്രത്യേകിച്ച് ഒന്നുമില്ലടി, നമ്മളെല്ലാം ഒരു വീട്ടിലുള്ളല്ലേ, ഞാൻ ആരും പറയണ്ട. മാമാ ചേട്ടാ എന്തോന്ന് ചേട്ടാ? പിന്നെ ഞാൻ എന്ത് വേണം? ഞാൻ സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഞാൻ ഒരു കാര്യം പറയാം. ഉച്ചയ്ക്ക് ശേഷം ഞാൻ സംവിധാനം ചെയ്യുന്ന കുറച്ച് കലാപരിപാടികളുണ്ട്. അതിൽ നിങ്ങൾ വാമനനാവണം. വാമനൻ കേട്ടിട്ടില്ലേ? ആയത് തന്നെ. എന്ത്? ഓഹോ ഇല്ല, ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇങ്ങനത്തെ വാമന ഇതൊരു ലുക്ക് ചേർന്നില്ലല്ലോ. അതൊക്കെ ഒപ്പിച്ചോളാം, അതൊക്കെ അഡ്ജസ്റ്റ് എന്താ ചേട്ടാ ചെയ്യാം. സമ്മതിക്കും ചേട്ടാ, വാമനല്ലേ? സമ്മതിക്കേട്ടാ പ്ലീസ് ചേട്ടാ. ആണോ? ഓക്കെ ഓക്കെ സെറ്റ് അല്ലേ? അങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഓഹോ മാമാ ഉറപ്പെന്ന് ഞാൻ പറയല്ലേ, ഉറപ്പെന്ന്. എന്താ ചേട്ടാ ഉറപ്പല്ലേ? ഉറപ്പ് തന്നെ. സത്യം അർത്ഥം പറയില്ല. ആ സത്യം അല്ല, ആ സത്യം പോട്ടെ മിസ്റ്റർ ബമനൻ. നിന്റെ ടീമിൽ ആരും ഇല്ലേ വാമനമായി? നിന്റെ ടീമിൽ ആരും ഇല്ല? ആരുടെ ട്രിപ്പിൾ ബമനുള്ള മാമന അവളെ അച്ഛൻ, നിന്റെ അണ്ണ രവി. ഓഹോ, ഞാൻ ഇങ്ങനെ ഒരു അവസരമാകും നീ ഒന്നും പറയാനില്ല കേട്ടോ ചേട്ടാ. പിന്നെ ഞാനാ വാമനെ, എനിക്കെന്തും വയ്യ. നീ എന്തെങ്കിലും കാണിച്ചിട്ട് പോ ചേട്ടാ. പിങ്കേ 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 പിങ്കി ഹാപ്പിയാണോ? ഹാപ്പിയാണോ? ഡ്രസ്സൊക്കെ കൊള്ളാല്ല, ഡ്രസ്സൊക്കെ. നീ എന്തടാ ഇവിടെ? നിന്നെ കാണാൻ വന്നേ. ഇവിടെ എല്ലാരും ഉണ്ടോ അകത്ത്? വാഴയിലൊക്കെ കൊണ്ടുവന്നു, നമുക്ക് ഒരുമിച്ച് സദ്യ കഴിക്കാൻ. ഇവിടെ അവരിപ്പോട്ട് ഇറങ്ങി വന്നോണ്ടല്ലോ. അവരെ വിളി വിളി. എന്തിന്? എടാ നമ്മള് ആരാടി മോളെ അവിടെ? മാമ അതൊരു വഴിപോക്കനാ. വഴിപോക്കനോ? അത്തായ ഭക്ഷ്യക്കാര്, അത്തായ ഭക്ഷ്യക്കാര്. നീ കണ്ണാപ്പി? ഓ ആണ് മാമാ, ഇവൻ കണ്ണാപ്പി തന്നെ. നീ എന്താ വന്നേ? ഞാൻ വാഴയില കൊണ്ടുവന്നെ. വാഴയില ഉണ്ടോന്ന് ഇങ്ങോട്ട്. മാവേലി നാടുവാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. അങ്ങനെയാണല്ലോ അപ്പൂപ്പ. ഓണോട്ട് വീട്ടുകാർ പറഞ്ഞ ഒരാളെ സദ്യ കൊടുക്കാതെ പറഞ്ഞു വിടാമോ? ആവോടാ, നീ വാ, ഇവിടുന്ന് സദ്യ കഴിച്ചിട്ട് പോവാ. അല്ല മാമ വിചാരിക്കുന്നതിന്റെ കൂട്ടല്ല. ഇവന് സൂചി കുത്താൻ സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തൂമ്പാ കയറ്റുന്നതിനോവാ. ഓടാ, മാമന്റെ കല്യാണമൊക്കെ കഴിഞ്ഞത് ഞാൻ അറിഞ്ഞു. കല്യാണമൊക്കെ കഴിഞ്ഞ് ഒളിച്ചോടി കെട്ടിയതാണല്ലേ. മാമി എവിടെ? അകത്തുണ്ട്. അകത്തുണ്ടാ? എന്താ? സദ്യ കഴിക്കാൻ. സദ്യ കഴിക്കാൻ. സദ്യ കഴിക്കാന്ന്? പാവോടാ, അവൻ വന്നിരുന്ന് ആഹാരം കഴിക്കിട്ട്. ഇതാണ് മാവേലി സ്വപ്നം കണ്ട കേരളം. ചെല്ലേ കഴിക്കേ. അല്ല, ഞങ്ങള് വിളമ്പായിരുന്നു. നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോ. അതിന്റെ കാര്യമൊന്നുമില്ല, എല്ലാ ദിവസവും നിങ്ങളല്ലയോ ഞങ്ങൾക്ക് വിളമ്പി തരുന്നേ. ഇനിയിപ്പം നല്ലൊരു ഓണ ദിവസമായിട്ടേ ഞങ്ങൾ വിളമ്പി തരാം, നിങ്ങൾ ഊണ് കഴിക്കേ. കറക്റ്റ് ആണ്, ഇപ്രാവശ്യം ആണുങ്ങൾ വിളമ്പും. ശരിയാണ്, ഞാനും ആണല്ലേ. കണ്ണാപ്പി, നീ ഊണ് കഴിക്കേ. വിളമ്പെന്നൊക്കെ ഞങ്ങൾ വിളമ്പിക്കോളാം, നീ ഞങ്ങൾക്കിട്ട് വിളമ്പരുത്. മീശയും താടിയും വന്നില്ലെന്നേ ഉള്ളൂ, ഞാനൊരു പുരുഷനാണ്. മക്കള് കഴി. മാക്കു കുഴപ്പമില്ല.
സാമ്പാറോ? സാമ്പാർ വേണ്ട. ചൂടുള്ളൂ. ഇരി കേട്ടോ. ഭയങ്കര സ്നേഹം. പിങ്ക് കണ്ണാപ്പി, ചോറുണ്ണാൻ വന്നവൻ ചോറുണ്ടാച്ചും പോണം കേട്ടോ. അതെ, ആ എല്ലാരും ശ്രദ്ധിക്കണേ. സദ്യ കഴിച്ചു കഴിഞ്ഞിട്ട് ആരും പോരുത്. കുറച്ച് ഓണക്കളികളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ എന്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് പിങ്കി. എന്തോ അപ്പോഴ് കണ്ടാ മതി. എന്തിനാ മോനെ നിന്റെ സ്പെഷ്യൽ ഐറ്റം? വെറൈറ്റി ആണ്. കഴിച്ചിട്ട് കൈ കഴുകുക ചെല്ലി. മാമ സത്യം പറ മാമ, എന്റെ പായസമായിരുന്ന അതോ ഇവരുടെ പായസമായിരുന്ന നല്ലത്? മാമൻ സത്യസന്ധമായിട്ട് പറയണം, ആരുടെ പായസമായിരുന്നു നല്ലത്? സത്യസന്ധമായിട്ട് ഞാൻ പറയാണ്, നമ്മുടെ പായസം. രണ്ടു പായസവും അടിപൊളിയായി. അങ്ങനല്ല, ആരുടെ ഏറ്റവും സൂപ്പർ അത് പറ. രണ്ടും സൂപ്പറായിരുന്നു മക്കളെ. അത് മതി. പരിപാടി തുടങ്ങാറായി. എന്തോന്നും അറിയോടത്തോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, മറന്നുപോയാ? മറന്നുപോയി. സഹൃദയ കലാസ്നേഹികളെ, വന്ദനം. വന്ദനം വന്ദനം വന്ദനം. ആദ്യമായി വാമനൻ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തുന്ന ദൃശ്യാവിഷ്കാരം. സംവിധാനം സംഭാഷണം പിങ്കി രവീന്ദ്രനാഥ്. ആലാപനം ചിന്നു ആൻഡ് റിങ്കി. എന്തൊന്നും പാട്ട് പാടാ? മാവേലി നാട്. അതാ അത് രണ്ടുപേരും അറിയാവൂ. മഹാബലി റെഡി? എപ്പോ പാടണം? ഇപ്പൊ 3, 4. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തുണ്ടാക്കുമൊട്ടില്ലതാരും. ആരവിടെ? ആര്? സ്ക്രിപ്റ്റിലില്ലാത്ത ഡയലോഗ് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇറങ്ങിപ്പോവും. ഞാൻ വരം എവിടെ നിന്നാണ്? വെയിറ്റ്, ഒരു മിനിറ്റ്. വാമനൻ പാടണോ? വാമനൻ വേണ്ട. നിങ്ങളടുത്ത് ഞാൻ ഇങ്ങനെയാണോ വരാൻ പറഞ്ഞേ? വാമൻ ഒട്ടകപ്പുറത്താ പറഞ്ഞത്. വാ വാ, ഇത് വാമനൻ. എല്ലാം കൂടെ വെച്ചിട്ട് എനിക്ക് ചൊറിഞ്ഞു കയറി വരുന്നത്. മഹാബലി ഞാൻ എവിടേക്ക്? ഡയലോഗ്. വരം എന്താ വേണ്ടത്? വരം എന്തല്ലേ വേണ്ടേ? ഓടി വിടുന്നു, ഞാൻ പോണം. തമ്പുരാനാണോ? എന്തിനടി വേണ്ടത്? എന്ത് വരമാണ് നിനക്ക് വേണ്ടത്? ഇപ്പൊ ഞാൻ ചോദിക്കുന്നില്ലേ, 3 അടിയും പിന്നെ മണ്ണും. 3 അടി കൊടു, അതിനൊരു കുറവുണ്ട്. അങ്ങനെയല്ല, 3 അടിയും പിന്നെ 3 അടി മണ്ണ്. 3 അടി മണ്ണോ? അളന്നെടുത്തോളൂ. ഞാനില്ല അളക്കണ്ട്. അളന്നെടു. പ്രഭു, 2 കാലുകൾ കൊണ്ട് തന്നെ ഭൂമിയും ആകാശം നാം അളന്നെടുത്തിരിക്കുന്നു. അടുത്ത കാലം എവിടെ വെക്കണം? ഇതെന്താ തവളയോ? അയ്യോ അയ്യോ, ഒരു പരിവായി. തീർന്നിട്ടില്ല. പിടിക്കും. അങ്ങനെ വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ചവിട്ടി താഴ്ത്തിയിരിക്കുകയാണ്. ആര് ചവിട്ടി താഴ്ത്തിയാലും എന്റെ പാവം മഹാബലി
നമ്മുടെ പ്രജകളെ കാണാൻ എല്ലാ ചിങ്ങമാസവും തിരുവോണത്തിന്റെ അന്ന് വരുന്നതായിരിക്കും. അങ്ങനെ എന്റെ ഈ എളിയ കലാപരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നന്ദി, നമസ്കാരം. സൂപ്പർ സൂപ്പർ. സന്തോഷമായി മക്കളെ. എന്തായാലും ഈ ഓണം നമ്മൾ അടിച്ചു പൊളിച്ച്. ഇനി അടുത്ത ഓണത്തിന് ഈ അപ്പപ്പോ ഉണ്ടാവും. അയ്യോ എന്റെ മാമൻ ഇനി ഒരു 50 വർഷം കൂടെ ജീവിച്ച് ഞങ്ങളുടെയൊക്കെ സഞ്ചാരത്തിന്റെ കാപ്പിയും കുടിച്ചിട്ടേ പോകൂ. കറക്റ്റ് കാര്യമാണ്. കിരീടം ഇരിക്കട്ടെ. പുലി 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 പറയാൻ പുലി. നീ ആ കണ്ണാപ്പിയല്ലേ? പുലി പുലി. അയ്യോ